ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ നിൽക്കുന്നുണ്ടോ അത്രയും ചുവട്, ഒരു 4-5 ചുവട് മുല്ല മാത്രമാണ് എനിക്കുള്ളത്. ആ മുല്ല നട്ടുപിടിപ്പിക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതാണേ. അതിൽ ഈ മുല്ലച്ചെടി കണ്ടോ, അവർക്ക് ഈ പാത്രത്തിനകത്ത് ഇനി വളരാനുള്ള ഒരു സ്ഥലം ഇല്ല. അപ്പം നമുക്ക് ഈ പാത്രത്തിനകത്തുനിന്ന് ഈ ചെടിയെ ഒന്ന് മാറ്റി നടണം. ഈ മുല്ലയെ നമ്മൾ മാറ്റി നടുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇതിനെ ഇളക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതിനാണെന്നറിയോ, ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചിടും. ഈ ചട്ടിയുടെ സൈഡ് ചേർത്ത് ഒഴിക്കണം കേട്ടോ. ചട്ടിയുടെ സൈഡ് ചേർത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി ഊരിയെടുക്കാവോ എന്ന് നോക്കട്ടെ. ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങിപ്പോരും കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങിപ്പോരുന്നതെന്നറിയോ, നമ്മളിത് ആദ്യം ഇതിനകത്ത് നട്ടുവെച്ചതും നല്ലതുപോലെ ഉണങ്ങിയ ഇലകൾ ഈ ചെടിയുടെ ചോട്ടിലിട്ട് ഈ ചട്ടിയുടെ ചോട് ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ചെടിയെ ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. ഇത് ഈ ചട്ടിയേക്കാൾ കുറച്ചും കൂടെ വലിയ ചട്ടിയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തൊക്കെയോ ചെടി നിന്നിരുന്നതാണ്. അപ്പം ഞാനിത് അങ്ങോട്ട് മറിച്ചിടുവാണേ. കണ്ടോ, നല്ലോണം തൊണ്ടും ഒക്കെ വെച്ചിട്ടാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഉരുളക്കിഴങ്ങ് നിന്നിരുന്നത് കണ്ടോ, കുഞ്ഞു കുഞ്ഞായിട്ട് ഉരുളക്കിഴങ്ങ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം വീഴുന്ന സ്ഥലത്ത് വെച്ചിരുന്നത് കൊണ്ട് കാര്യമായിട്ടുണ്ടായിട്ടില്ല. കുഞ്ഞു 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 മുത്തുമണി പോലത്തതാണ് ഇതിനകത്ത് കിടക്കുന്നത്. എന്നാൽ നല്ല മണ്ണാണ് ഇത്. ഈ ചട്ടിക്കകത്ത് ആദ്യം നമ്മൾ ഇതിൻ്റെ ഹോൾസ് എല്ലാം ഒരു ഓടിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചെടുക്കണം. അപ്പോൾ ഇത് 2 കട്ടയുടെയാണേ, ഈ ചുടുകട്ടയുടെ പീസാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ഹോളിനെ അങ്ങ് അടച്ചു വെക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഉണങ്ങിയ ഇലകളായിട്ട് കൊടുക്കുന്നത്. ഉണങ്ങിയ ഇലകളോ ഉണങ്ങിയ പുല്ലോ അങ്ങനെയൊക്കെ ഉള്ള കൊടുക്കാം. ഇപ്പോൾ ഞാനിത് മിറ്റടിക്കുമ്പോൾ വാരി വെക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങളൊക്കെ കാണും. പരമാവധി ഒഴിവാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരികയും ചെയ്യും. അത് നമ്മളിപ്പോൾ ഇതുപോലെ നിറക്കിയ ഉപയോഗിക്കുന്ന അവസരത്തിൽ കണ്ടാൽ അതിനെ അങ്ങ് എടുത്തു മാറ്റിയാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇത്രയും ഉണങ്ങിയ ഇലകൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിപ്പം വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങ് താഴേക്ക് ഇരുന്നോളും. ഇനി ഞാനിപ്പോൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഈ ചെടി നമ്മളിത് ഇതിനകത്ത് ഊരിയെടുത്തില്ലേ, കണ്ടോ, അത് ബൊഗെയിൻവില്ലയാ, അതേ കയറി ഉടക്കുക. ബൊഗെയിൻവില്ല ഈ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഇനമാണ്. അതുകൊണ്ട് അതിൻ്റെ പൂ കണ്ടോ ചെറുതായിട്ടിരിക്കുന്നത് കണ്ടോ. എന്നിട്ട് നമ്മളിത് ഇതിനകത്തോട്ട് വെക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ കളകൾ ഒരു കാരണവശാലും മുല്ലയുടെ ചോട്ടിൽ പരമാവധി കളകൾ വളരാൻ അനുവദിക്കരുത്. കളകൾ വളർന്നാൽ ഇതിനകത്തെ പൂക്കൾ ഉണ്ടാകുന്നതിൻ്റെ അളവ് കുറയും കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പതുക്കെ ഇതിനകത്തേക്കൊന്ന് പൊടിച്ചു കൊടുക്കുവാണേ. കാരണം ഇതിൻ്റെ വേര് കണ്ടോ, ഇതിങ്ങനെ വന്ന് നിൽക്കുക കണ്ടോ. അതിനകത്ത് വേര് തിങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ചെടിക്കകത്ത് ഇലയൊക്കെ കുറയുകയും വളർച്ച കുറയുകയും ഒക്കെ ചെയ്തതിൻ്റെ കാരണം. അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് അമക്കി വെക്കുവാണ്. ഇനിയും പക്ഷേ ഇതിനകത്ത് നിന്ന് ഇരുത്തം വരും. ഇതൊരു പകുതി ഭാഗമായിട്ട് കുറയും. ഇതിൻ്റെ അടിയിൽ കിടക്കുന്നത് മുഴുവനും ഉണങ്ങിയ ഇലകളല്ലേ, അതുകൊണ്ട്. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് ഇത് കുറച്ച് സ്റ്റെറാമിയിലാണേ. ഇതൊരു ജൈവ വളമാണ് കണ്ടോ. അതിൻ്റെ ഒരു പിടി, ഒത്തിരി ഒന്നും വേണ്ട, ഒരു പിടി ഈ ചെടിയുടെ തണ്ടേ മുട്ടാതെ, അതായത് ചെടിച്ചട്ടിയുടെ സൈഡിനോട് ചേർത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് ചാണകപ്പൊടിയാണേ. മുല്ല പോലെയുള്ള ചെടികൾക്കെല്ലാം നല്ല വളർച്ചയ്ക്കും പൂക്കൾ ഉണ്ടാകാനും സഹായിക്കുന്ന ഒന്നാണ് കമ്പോസ്റ്റ് വളങ്ങളെല്ലാം, പ്രത്യേകിച്ച് ചാണകപ്പൊടി. അപ്പം ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇതിനകത്തോട്ടിടുക. ചാണകപ്പൊടി ഇച്ചിരി കൂടിപ്പോയത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, ഉള്ളതിനനുസരിച്ച് ചെയ്യാം. അപ്പം ഒരു പാത്രം നിറച്ച് ചാണകപ്പൊടി ഞാൻ ഇതിൻ്റെ ചോട്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് മണ്ണ് ഇതിന് ചേർത്ത് കൊടുക്കണ്ടേ. മണ്ണ് ചേർത്താലും മണ്ണ് ചേർത്തില്ലേലും കുഴപ്പമില്ല. കാരണം ഇതിന് ഇരുത്തം വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും വീണ്ടും ഞാൻ മണ്ണല്ല ഇവിടെ സാധാരണ ഉപയോഗിക്കുന്നത്, നമ്മുടെ പോട്ടിംഗ് മിക്സ് തന്നെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്ന അവസരത്തിൽ നിറച്ച് വെക്കും. അത് പുതിയ ചെടികൾ നടാനും അതുപോലെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും ചേർത്തിട്ടാണ് നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പോട്ടിംഗ് മിക്സ് മാത്രം ഇതിൻ്റെ മുകളിലേക്ക്, ഇപ്പം നമ്മൾ ആ നട്ടതിൻ്റെ ഇടയിലോട്ടൊക്കെ കുറച്ച് ഇടയിലേക്ക് വരുന്ന ഗ്യാപ്പിലൊക്കെ ഈ മണ്ണ് കയറി അങ്ങ് നിറഞ്ഞോളൂ. അപ്പം പാത്രം നിറഞ്ഞിരിക്കുന്നത് പോലെ ആകുകയും ചെയ്തു കണ്ടോ.
ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിങ്ങനെ വളർന്ന് പൊങ്ങി നിൽക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുവാണ്. ശരിക്കും സാധാരണ മുല്ലകൾ പ്രൂൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജനുവരി മാസം മുതൽ ഒരു ഒക്ടോബർ മാസം വരെയുള്ള സമയത്ത് ഈ ചെടിയെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം. പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും ചെടികൾക്ക് മുല്ലയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ചും നല്ലതാണ്. കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ പ്രൂണിങ് സഹായിക്കും. അപ്പം ഞാൻ ഒരു ലെവൽ കണ്ട പ്രൂണിങ് പിന്നെ ചെടിക്കൊരു ഷേപ്പ് കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാൻ ഒരു ഏകദേശം ഒരേ വലിപ്പത്തിനനുസരിച്ച് പൊക്കത്തിനനുസരിച്ച് നമ്മളിവരെ പ്രൂൺ ചെയ്യുവാണേ. ശരിക്കും പറഞ്ഞാൽ മുല്ല മൊട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, മുല്ല മൊട്ട ഉണ്ട്. ഇപ്പം അത് നമ്മൾ നോക്കണ്ട, ഒരേ ഉയരത്തിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം എല്ലാ കമ്പുകളെയും ഇതുപോലെ നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇനി ഈ പ്രൂൺ ചെയ്യുന്ന കമ്പുകളെ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഈ മീലിമൂട്ടയുടെയും വെള്ളീച്ചയുടെയും ഒക്കെ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ കൃഷിത്തോട്ടത്തിലല്ലേ കൂടുതലായിട്ടും ഈ ബിവേറിയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ചെറിയ മീലിമൂട്ടയുടെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ട്, അതെല്ലാം ഈ കൂട്ടത്തിൽ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞോണം കേട്ടോ. അപ്പം ചെടിക്ക് നിൽക്കുന്ന കണ്ടാലും ഒരു ഭംഗിയാകും. ഒരേപോലെ അവർ തണ്ടുകൾ വളർന്നു വന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ താത്തി മുറിക്കാവുന്നതായിരുന്നു. ഈ മുട്ടിനെ കണ്ടുകൊണ്ടാണ് അല്ലേ അങ്ങോട്ട് കളഞ്ഞേക്കാം. അപ്പം നല്ല ഭംഗിയായിട്ട് ചെടി നിൽക്കും. ഇഷ്ടംപോലെ പൊട്ടിത്തളർത്ത് പൂക്കളുണ്ടാകുകയും ചെയ്യും. ഇനി നമുക്കിതിനെ എവിടെ വെച്ചാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് നമുക്ക് മാറ്റി നടാവേ. എപ്പോഴും മുല്ലയെ വളർത്തേണ്ടത് നല്ലതുപോലെ സൂര്യപ്രകാശം 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് മുല്ലയെ വളർത്തിയാലേ ഇഷ്ടംപോലെ പൂക്കൾ മുല്ല നിറയെ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിനെ എൻ്റെ മുല്ലകളൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്തോട്ട് തന്നെ ഇവരെ നമുക്ക് കൊണ്ടുപോയി വെക്കാവേ. ഇനി ഇതിനൊട്ടും കനമില്ല, നമ്മൾ നിറയെ കരിയിലയിട്ട് ചെടി നടുന്നത് കൊണ്ടാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെക്കും. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒരു വളം കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജൈവ സ്ലറിയാണേ. അപ്പം ജൈവ സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്നതാണെന്നും ഒക്കെ ഞാൻ നല്ല വിശദമായ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ജൈവ സ്ലറിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ ജൈവ സ്ലറി എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എല്ലാ ചെടികൾക്കും, പഴച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ജൈവവളമാണ് ജൈവ സ്ലറി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അത് ഇതിൻ്റെ ചോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഇവ തണ്ടേ മുട്ടിയത് കൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല. നമ്മളിട്ട പുതിയ മണ്ണെല്ലാം നല്ലപോലെ നനയുകയും ചെയ്യും. പിന്നെ ജൈവ സ്ലറി കൊടുക്കുമ്പോൾ എപ്പോഴും വളരെ നേർപ്പിച്ചു മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇവിടെ ഒരു തിരക്ക് കണ്ടോ. അപ്പം ഈ ചെടിയും നമ്മൾ ആ പറഞ്ഞതുപോലെ തന്നെ പ്രൂൺ ചെയ്യാനുള്ള കണക്കിന് നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇത് നമ്മുടെ സാധാരണ മുല്ലയിൽ നിന്ന് ഇച്ചിരി വ്യത്യാസമാണ് കണ്ടോ. ഇങ്ങനെ അടുക്കടുക്കായിട്ട് നീണ്ട ഇതളുകളാണ്. ഈ മുല്ലമുട്ട് കണ്ടാലും അറിയാം കണ്ടോ, മുല്ലമുട്ടും ഇതുപോലെ നീണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ചെടിയെ പ്രൂൺ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പ്രൂൺ ചെയ്യാതെ ഞാനൊരു പരിപാടി ചെയ്യാൻ പോവുകയാണേ. ആ ചെടി കണ്ടോ, അത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ സ്റ്റാർ ആപ്പിൾ എന്ന് പറയുന്ന ചെടിയാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ പടരുന്നതാണ്. അപ്പോൾ അതേ കൂടെ നമുക്ക് ഈ മുല്ലയുടെ വള്ളിയെ കൂടെ അങ്ങ് പടർത്തിയും കൊടുക്കാം. അപ്പം ഞാനിതിനെ ഈ ചട്ടിയോടെ എടുത്തിട്ട് അവിടെ വെക്കുക. മഴക്കാലത്ത് നമുക്കിതിനെ ചട്ടിയിൽ നിന്നെടുത്ത് മാറ്റി കൊടുക്കാം. അപ്പം ഈ സ്ഥലത്ത് വെച്ചാൽ ഇതിൻ്റെ വള്ളികളെല്ലാം ഇതേക്കടെ കയറിപ്പോവും. ഈ സ്ഥലമല്ല ഞാൻ ചെയ്യുന്നത്, ഇച്ചിരി അകത്തോട്ട് കയറ്റി വെക്കും. അപ്പം നമുക്ക് ഇവിടെ കൂടെ വേറെ വല്ല ചെടികളും വെച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ വള്ളികൾ പെട്ടെന്ന് ഇതേ കൂടെ അങ്ങ് പടർന്നോളും. നമുക്കിതിനകത്തോട്ടൊന്ന് കയറ്റി വെച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പടർത്തി കൊടുത്താൽ മതി. അവർ പിന്നെ അതേ കിടങ്ങ് ഇതിൽ ചെറുതായിട്ടൊരു വള്ളി പോലെ വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ മഴക്കാലത്ത് നമ്മൾ ഇതിൻ്റെ കമ്പൊടിച്ച് ചട്ടിക്കകത്ത് നട്ടുപിടിപ്പിക്കണമെങ്കിൽ അപ്പം കുറ്റിമുല്ലയെ പോലെ ഇവർ ചെറുതായിട്ട് പൊക്കം കുറഞ്ഞു നിന്ന് വളരുകയും ചെയ്യും. നിങ്ങൾക്ക് താല്പര്യം ഇതുപോലെ ചട്ടിക്കകത്ത് നിർത്തുന്നതാണോ ഇതേപോലെ മരത്തെ കൂടെ കയറ്റി മുല്ല പടർത്തി വിടുന്നതാണോ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 1, 2, 3, 4 ഇതൊരു അറബിക്കം എന്ന് പറയുന്ന ഒരു പ്രത്യേക മുല്ല, കട്ടമുല്ലയാണ്, അത്രേ ഉള്ളൂ. ചെറിയൊരു കുറച്ചും കൂടെ വലിപ്പം, സാധാരണയിൽ നിന്നും വലിപ്പമുള്ളൊരു പൂവാണ് ഉണ്ടാകുന്നത്. പിന്നെ എനിക്കിവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു മരമുല്ലയാണേ. അപ്പം നമുക്ക് ഈ മരമുല്ല കൂടെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തേക്കാം. ഇതിനെ ഞാനുണ്ടല്ലോ ഈ ഹൈറ്റ് മതി കണ്ടോ. അപ്പോൾ ആ ചോട്ടിയിൽ നിന്ന് തന്നെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കമ്പുകളൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കമ്പുകൾ ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അവരെ ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെക്കാം കണ്ടോ.
കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചു. അതുപോലെ ഇതേ മുല്ലയുടെ ചെടികൾക്ക് കണ്ടോ ഇതുപോലെ ചെറിയ മഞ്ഞ നിറം വരുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വളം കൊടുക്കുകയല്ലേ, ഈ ജൈവ സ്ലറി ഈ മുല്ലകൾക്കെന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വളം കൊടുത്തോണ്ടിരുന്നാലേ നിറയെ പൂക്കൾ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ ജൈവ സ്ലറിയൊക്കെ കൊടുക്കുന്ന അവസരത്തിൽ അതിനകത്തോട്ട് ഒരു സ്പൂൺ എപ്സം സോൾട്ട്, 1/2 സ്പൂൺ മുതൽ 1 സ്പൂൺ വരെയാകാം എപ്സം സോൾട്ട് ഇട്ട് ചെടിയുടെ ചോട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ മഞ്ഞളിപ്പ് വരത്തുമില്ല, കൂടുതൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഈ മുല്ലച്ചെടിയിൽ ഇതുപോലെ മീലിമൂട്ടയുടെയും വെള്ളീച്ചയുടെയും ഒക്കെ ശല്യം വരുവാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു 1/2 സ്പൂണ് സോഡാപ്പൊടി 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത്തരത്തിലുള്ള എല്ലാ കീടങ്ങളുടെയും ശല്യം മാറിക്കിട്ടും. ഏത് അടുക്കളയിലാണ് വിനാഗിരി ഇന്നില്ലാത്തത്? കണ്ടോ, അപ്പം ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇതിനെ നമുക്ക് ഈ അരികിലോട്ട് വെക്കാവേ. ഇത് കക്കടമുല്ലയാണ് കേട്ടോ, തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ഒരു കക്കടമുല്ല എന്ന് പറഞ്ഞ മുല്ലയാണത്. ഇത് നമ്മുടെ സാധാരണ നാടൻ മുല്ലയാണ്, കുറ്റിമുല്ലയാണ്. ഇത് മരമുല്ലയും ഇതിപ്പം നമ്മൾ വെട്ടിയ കട്ടമുല്ലയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മുല്ലച്ചെടികളാണ് നമുക്കുള്ളത്. പിന്നെ മുല്ലയ്ക്ക് വെള്ളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മണ്ണിൽ നട്ടുപിടിപ്പിക്കുന്ന മുല്ലയാണെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ വെള്ളം കൊടുത്താൽ ധാരാളമാണ്. എന്നാലും നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗുകൾക്കകത്തും പാത്രങ്ങൾക്കകത്തും ഒക്കെ നട്ടുപിടിപ്പിക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന വെള്ളവേ കിട്ടാനുള്ളൂ. അപ്പം ഞാനിവിടെ എൻ്റെ ചെടിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 1 നേരം നല്ലതുപോലെ നനച്ചു കൊടുക്കും. ചുവട്ടിൽ നനവ് നിൽക്കണം, പക്ഷെ വെള്ളം കെട്ടിക്കിടക്കരുത്. അതാണ് മുല്ലയ്ക്ക് നല്ലതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ നല്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി വരുന്ന വേനൽക്കാലം നമുക്ക് മുല്ലപ്പൂക്കാലമാക്കി മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ മുല്ല വളരുന്നവരാണെങ്കിൽ വളർത്തുന്നവരാണെങ്കിൽ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം, വളം കൊടുക്കണം, കൃത്യമായി അവർക്ക് വെള്ളം കൊടുക്കണം. ഇതൊന്നും കൂടാതെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്താണോ നിൽക്കുന്നതെന്ന് നോക്കണം, അല്ലെങ്കിൽ നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി നടണം. അങ്ങനെ എല്ലാവർക്കും നല്ലതുപോലെ ഈ വേനൽക്കാലത്ത് മുല്ല വളർത്തുകയും നിറയെ പൂക്കൾ ഉണ്ടാക്കുകയും അതെല്ലാം അടർത്തി കെട്ടി തലയിൽ വെക്കുകയും ഒക്കെ ചെയ്യാം. നമുക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.